നാലാമത് ഖത്തർ സാമ്പത്തിക ഫോറത്തിന് ദോഹയിൽ തുടക്കമായി. റഫേൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ പശ്ചാത്തലത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ സ്തംഭിച്ചതായി ഉദ്ഘാടന സെഷനിൽ സംസാരിച്ച ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി പറഞ്ഞു. ഈ മാസം 16 വരെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഫോറത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി വ്യാപാര വ്യവസായ പ്രമുഖരും നയരൂപീകരണ വിദഗ്ധരും നയതന്ത്രജ്ഞരും പങ്കെടുക്കുന്നുണ്ട്. ലുസൈസിലെ റാഫിൾസ് ഫെയർമൗണ്ട് ഹോട്ടലിൽ നടക്കുന്ന ഫോറത്തിന്റെ ഉദ്ഘാടന സെഷനിലാണ് ഗസയിലെ വെടിനിർത്തൽ ചർച്ചകളുമായി ബന്ധപ്പെട്ട നിരാശ ഖത്തർ വിദേശകാര്യമന്ത്രി പങ്കുവച്ചത്. ഗസയിലെ ജനസാന്ദ്രതയുള്ള റഫേൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ പശ്ചാത്തലത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ സ്തംഭിച്ചതായി അദ്ദേഹം വെളിപ്പെടുത്തി. മെയ് 6-ന് ഇസ്രായേൽ സൈന്യം റഫ അതിർത്തി വളഞ്ഞ് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ മാരകമായ വ്യോമാക്രമണമാണ് നടത്തിയത്. മധ്യസ്ഥരായ ഖത്തറും ഈജിപ്തും മുന്നോട്ട് വെച്ച നിർദ്ദിഷ്ട കരാറിന് ഹമാസ് സമ്മതിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ആക്രമണം ഉണ്ടായത്. റഫയിൽ നിന്ന് 3 ലക്ഷത്തിലധികം ഫലസ്തീൻകാർ ഖാൻ യൂനിസ് മേഖലയിലേക്ക് പലായനം ചെയ്തുവെന്നാണ് UN റിപ്പോർട്ട്. ഈ പശ്ചാത്തലത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ ഇപ്പോൾ പൂർണ്ണമായും സ്തംഭനാവസ്ഥയിലാണെന്നും റഫയിലെ ആക്രമണം തങ്ങളെ പിന്നോട്ടടിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനും വെടിനിർത്തൽ ചർച്ചകൾ നടപ്പിലാക്കുന്നതിനും സംഘർഷത്തിന്റെ തുടക്കം മുതൽ ഖത്തർ നടത്തിയ ഇടപെടലുകൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇരുഭാഗത്തുമുള്ള ബന്ധികളെ പരസ്പരം കൈമാറുന്നതിൽ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലുള്ള ചർച്ചകൾ ഒരു പരിധിവരെ ഫലം കണ്ടിരുന്നെങ്കിലും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഒരു ഘട്ടത്തിൽ കടുത്ത വിമർശനങ്ങളും നേരിട്ടിരുന്നു. എന്നാൽ ചർച്ചകളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടും ഖത്തർ ആവർത്തിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഖത്തർ സാമ്പത്തിക ഫോറത്തിൽ ഖത്തർ വിദേശകാര്യമന്ത്രി നടത്തിയ വെടിനിർത്തൽ ചർച്ചകളുമായി ബന്ധപ്പെട്ട പരാമർശം പ്രസക്തമാകുന്നത്. അതേസമയം ഗസയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇസ്രായേൽ നടത്തിവരുന്ന ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 35,091 ഉയർന്നു. 78,327 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിനു പുറമെ വടക്കൻ ഗസയിലെ ജബാലിയയിലും തെക്കൻ ഗസയിലെ റഫയിലും ഒരേ സമയം ആക്രമണം ശക്തമാക്കിയ ഇസ്രായേൽ കൂടുതൽ രൂക്ഷമായ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ട്. അൻവർ പാലേരി, 24 ദോഹ.